നമസ്കാരം. എല്ലാ കാലത്തും എൻഡിഎയ്ക്കൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള നേതാവാണ് രാം വിലാസ് പാസ്വാൻ. അദ്ദേഹത്തിന്റെ പാർട്ടിയായ ലോക് ജനശക്തി 2002 എൻഡിഎയിൽ നിന്നും പിരിഞ്ഞു പോയിരുന്നു എങ്കിൽ പോലും പിന്നീട് 2013 തിരിച്ചു വന്നു. 2020 അദ്ദേഹം മരിക്കുന്നത് വരെ അവർ എൻഡിഎയ്ക്കൊപ്പം തന്നെ ശക്തമായി നിലകൊള്ളുകയും ചെയ്തിരുന്നു. എന്തായാലും രാം വിലാസ് പാസ്വാന്റെ മരണത്തിന് ശേഷം പാർട്ടി പിളരുകയുണ്ടായി. അധികാര തർക്കത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനും മകനും രണ്ട് വഴിക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്നലെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന ക്ലൈമാക്സ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഏറെ ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ നിതീഷ് കുമാർ എൻഡിഎയുടെ മുഖ്യമന്ത്രിയായി അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ട് മുൻപ് ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ നീക്കം ബീഹാറിൽ നടന്നിരുന്നു. കാരണം എൻഡിഎ സർക്കാരിന് തന്റെ സർവ്വ പിന്തുണയും ഉറപ്പുവരുത്തും, താൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നതിന് വേണ്ടി ചിരാഗ് പാസ്വാൻ തന്നെ നേരിട്ട് ദില്ലിയിലെത്തി JP നദ്ദയെയും അതിനോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശനത്തിന് ശേഷം ബീഹാർ രാഷ്ട്രീയത്തിൽ വീണ്ടും ചിരാഗ് പാസ്വാൻ ചർച്ചാ വിഷയമായിരിക്കുകയായിരുന്നു. എന്തായാലും നിതീഷ് കുമാർ എൻഡിഎയിലേക്ക് വീണ്ടും തിരികെ വരുന്നതിന് മുന്നോടിയായി തന്നെ ചിരാഗ് പാസ്വാൻ കൃത്യമായ രാഷ്ട്രീയ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, 2020 ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാന്റെ കരുത്ത് നിതീഷ് കുമാറും JDU എന്ന പാർട്ടിയും അറിഞ്ഞതാണ്. അന്ന് JDUവിനെതിരെ ചിരാഗ് പാസ്വാൻ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും JDUവിന്റെ 71 എന്ന സീറ്റ് നിലയെ 45ലേക്ക് പിടിച്ചുകെട്ടുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ചിരാഗ് പാസ്വാനെതിരെ നടപടിയെടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കണം എന്നൊക്കെയുള്ള ആവശ്യം നിതീഷ് കുമാർ BJPക്ക് മുന്നിൽ വച്ചിരുന്നുവെങ്കിൽ പോലും BJPയുടെ കേന്ദ്ര നേതൃത്വം ഇതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല. നിതീഷിന്റെ അപ്രഖ്യാപിത ശത്രു തന്നെയാണ് ചിരാഗ് പാസ്വാൻ എന്നുകൂടി പറയേണ്ടി വരും. പക്ഷേ അങ്ങനെയുള്ള ചിരാഗ് പാസ്വാൻ ആയിരുന്നു ഇന്നലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയത്. കാരണം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉടനീളം ചിരാഗ് പാസ്വാന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും BJPയുടെ ദേശീയ അധ്യക്ഷനായ നദ്ദയോടൊപ്പം തന്നെയായിരുന്നു ചിരാഗ് പാസ്വാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം കൈവീശിയും ചിരിച്ചുമൊക്കെ മാധ്യമങ്ങൾക്ക് ദൃശ്യവിരുന്ന് ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിതീഷ് കുമാറിനൊപ്പം തന്നെ ഇത്രയും നാളും ബീഹാർ രാഷ്ട്രീയത്തിലെ രണ്ടാം നിര നേതാവ് എന്ന് മാത്രമേ ചിരാഗ് പാസ്വാനെ വിശേഷിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എങ്കിൽ പോലും ഇന്നലെ ആ സ്ഥിതി മാറി മറിഞ്ഞിരിക്കുന്നു. ഒരു രാജകീയ തിരിച്ചുവരവ് തന്നെ ചിരാഗ് പാസ്വാൻ നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇങ്ങനെ ചിരാഗ് പാസ്വാൻ തിരിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തന്നെയാണ്. രാം വിലാസ് പാസ്വാൻ എന്ന നേതാവ് അവരോട് കാണിച്ച കൂറിനുള്ള ഒരു നന്ദി പ്രകടനം കൂടിയാണ് ഇന്നലെ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ചിരാഗ് പാസ്വാൻ ബീഹാർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരു രാം വിലാസ് പാസ്വാനെ ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റൊരു രാം വിലാസ് പാസ്വാനാക്കി ചിരാഗ് പാസ്വാനെ മാറ്റുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി BJP പൂർത്തീകരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.